അപ്പൊ ഗൈസ് രാവിലെ തന്നെ ഈ റെഡി ആയി ഇത് എങ്ങോട്ടാന്നല്ലേ ഇന്നതേ നമ്മൾ വാഗമൺ വരെ ഒന്ന് പോകാം. വെറുതെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന വഴി നമ്മുടെ വണ്ടിയിലും പെട്രോൾ അടിച്ചിട്ട് ഇനി ഒട്ടും സമയം കളയാതെ നേരെ വാഗമണിലോട്ട് ഇറങ്ങുവാണ്. തീരുമാനിച്ച ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്ലാനുകളൊന്നും ഇല്ലാതാണ് നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ പോകുന്ന വഴി ജസ്റ്റ് വണ്ടി ഒന്ന് സൈഡാക്കി കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ടോപ്പിലോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ടോപ്പിലോട്ട് കയറുന്നതോറും മനോഹരമായ കാഴ്ചകളും കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളിത് ഏകദേശം ടോപ്പ് സ്റ്റേഷൻ എത്താറുണ്ട്. ടോപ്പ് സ്റ്റേഷൻ കയറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെയിലാണ് ഫീൽ ചെയ്തത്. വെയിലുണ്ടെങ്കിലും ആ ഒരു ചൂട് നമുക്ക് അനുഭവപ്പെടുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായ മൊട്ടക്കുന്ന് എത്തിയിട്ടുണ്ട്. എന്താണെന്നറിയത്തില്ല, ഇവിടെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ കാണും ഇത്രയും തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടത്. ഇന്നത്തെ വാഗമണിലെ ക്ലൈമറ്റ് ഏകദേശം ഇതുപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് നമ്മളിതേ ടോപ്പിലെത്തിയിട്ടുണ്ട്. ടോപ്പിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നേരെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ പൈൻ വാലിയിലൂടെയാണ് നമ്മളിത് എത്തിയിരിക്കുന്നത്. പൈൻ വാലിലും തിരക്കിനൊന്നും ഒട്ടും കുറവില്ലായിരുന്നു. നമ്മളിതേ അവിടുന്ന് പാസ്സൊക്കെ എടുത്ത് അതിൽ കൂടെയൊക്കെ ഒരു 1.5 മണിക്കൂർ അങ്ങനെ നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇനി ഇവിടുന്ന് നേരെ നമ്മുടെ അടുത്ത സ്പോട്ടായ മാർമല അരുവിയിലോട്ടാണ് പോകുന്നത്. ഇതിനു മുന്നും ഞാനിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം പോകാനൊക്കെ വഴി ഇച്ചിരി ശോകാണെങ്കിലും അവിടെ ചെന്നുള്ള വൈബ് അതൊന്ന് വേറെ തന്നെ ആയിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഇനി നേരെ നമ്മൾ വീട് പിടിക്കുവാണ്. ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തുമ്പോൾ നല്ല രീതിക്ക് തന്നെ ലേറ്റ് ആവും. അങ്ങനെ മാർമല വാട്ടർഫോൾസിനോടും ടാറ്റയും പറഞ്ഞ് നമ്മളിതേ ഒരു കാപ്പിയും കുടിച്ച് ഇനി നേരെ വീട്ടിലോട്ട് പോകാം. അങ്ങനെ ഈരാറ്റുപേട്ട പാല കയറി കല്ലറ കയറിയാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴി നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ വേൾഡ് കപ്പിൽ നിങ്ങളെ ടീമിന്റെ കൂടെ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അതൊക്കെ കണ്ട് നമ്മളിതേ ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്ന്. അങ്ങനെ നമ്മളൊന്ന് മന്തി കഴിക്കാൻ കയറിയതാണ്. അങ്ങനെ ഇന്നത്തെ മന്തിയും കഴിച്ച് നമ്മളുടെ ഇന്ന് അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബൈ ഗൈസ്.